ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു UK ഒരു ബാലാജി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ബർമിംഗം ആ ഒരു യാത്രയാണ്. സോ ആദ്യം തന്നെ നമുക്ക് പെട്രോൾ അടിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ നല്ല രീതിയിൽ ഒരു അത്യാവശ്യം നന്നായി പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. സോ ഇവിടെ പെട്രോൾ പമ്പിലൊക്കെ ഒറ്റയ്ക്ക് തന്നെ അടിക്കണം, അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ഇതാ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വണ്ടിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് നേരാക്കാൻ പോയപ്പോൾ ഞങ്ങൾ നേരെ മെഗ്ഡി പോയി. അപ്പോൾ ഉണ്ണി ഉണ്ടായിരുന്നു, അപ്പോൾ ഉണ്ണീൻ്റെ കൂടെ നമ്മൾ കളിക്കണം. അപ്പം മെഗ്ഡിയിൽ കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട്, അതായത് വെയിറ്റ് ചെയ്യുന്ന ടൈം കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ടാവും, ടാബ്. ആ ടാബിൽ കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യുന്ന പോലെ നമുക്ക് കളിക്കാനും വരയ്ക്കാനും ഈ ടാബിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികൾക്ക് മടിക്കില്ല, അതാണ്. അപ്പോൾ സോ മെഗ്ഡിയിൽ ഞങ്ങൾ എന്താണ് ഷെയ്ക്കും അതുപോലെ സൈന ബേബിക്ക് പാൻ കേക്കും അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. പിന്നെ അവളുടെ കൂടെ കളിച്ച് ചിരിച്ചതാ ടാബിൽ ഇങ്ങനെ ആപ്പിൾ അത് ഇതൊക്കെ വരച്ചിട്ട് ഇങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും വണ്ടി റെഡിയായി കിട്ടുകയും ചെയ്തു. അങ്ങനെ കളിച്ച് അങ്ങനെ കുറേ നേരം ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ യാത്ര പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. നേരെ ബർമിംഗം ടെമ്പിളിലെത്തി. അപ്പോൾ ആദ്യം തന്നെ അന്നദാനം മുഖ്യം എന്ന് പറഞ്ഞിട്ട് അന്നദാനം കഴിക്കാനാണ് ആദ്യം തന്നെ പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്നദാനം കഴിച്ചതിന് ശേഷം ഉണ്ണിക്ക് കുറച്ച് നേരം ഇങ്ങനെ ആ ടെമ്പിളിൽ കളിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു, അവിടെയും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ നമുക്ക് അങ്ങോട്ട് തൊഴുതാനായിട്ട് ഉള്ളിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൊഴുതാനായി ഉള്ളിൽ കയറി തൊഴുതി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം ഇങ്ങനെ അവിടെ കളിക്കാനൊക്കെ വന്നു. അതിന് ശേഷം തൊഴുതി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് അങ്ങോട്ട് ഒരു മാർക്കറ്റിലേക്ക് പോവാം ബർമിംഗത്തിൽ. അയ്യോ, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ നാട്ടിലെ ചന്തയല്ല, നമ്മുടെ നാട്ടിലുള്ള മീൻ മാർക്കറ്റും അതുപോലെയുള്ള മാർക്കറ്റ് എല്ലാം വില പേശൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. 2 പറയുന്ന പോലെ ഇവിടെ 2 ബോക്സ് എടുത്താൽ 1 പൗണ്ട് 1.5 പൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ മീൻ മാർക്കറ്റിൽ കയറി ഞാനൊന്നും വാങ്ങിച്ചില്ല. എൻ്റെ കൂടെയുള്ള ചേച്ചിയായിട്ട് അവരൊക്കെ എത്രയോ കിലോ മീനൊക്കെ വാങ്ങിച്ചു. കറക്റ്റ് നമ്മുടെ നാട്ടിലെ മീൻ ചന്തി കയറിയ ഉള്ള മണം അത് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഫീൽ ചെയ്തു. പക്ഷെ ഭയങ്കര വില പേശലും അങ്ങനെ കുറച്ച് ചീപ്പാണ് ഈ ബർമിംഗത്തിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ അതിന് ശേഷം പിന്നെയും ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഒരു 2 മണിക്കൂർ യാത്രയാണ് ലിവർപൂളിലേക്ക് ബർമിംഗത്തിൽ നിന്ന്. അപ്പോൾ പുറപ്പെട്ടു ഞങ്ങൾ ഇറങ്ങി. അതിന് ശേഷം ഞങ്ങൾ നേരെ മെഗ്ഡി പോയി പിന്നെയും എന്തൊക്കെയോ കഴിച്ച് പിന്നെയും ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കണോ. രാവിലെ എണീച്ച് നോക്കിയപ്പോൾ ഉള്ള കാഴ്ചയാണിത്. ഫുൾ സ്നോ, എവിടെ നോക്കിയാലും സ്നോ എന്ന് പറയുന്ന പോലെ നല്ല തണുപ്പും അതുപോലെ നല്ല സ്നോ ആയിരുന്നു. രാവിലെ എണീച്ചപ്പോൾ കണ്ട കാഴ്ച അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ സ്നോയിൽ എൻ്റെ പേരൊക്കെ എഴുതി അങ്ങനെ ഇരുന്നു. ഇപ്പം എന്താ വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, ഫുൾ സ്നോ ആണല്ലോ, തണുത്തിട്ട് ഇരിക്കാൻ വയ്യ. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അടിപൊളിയാണ്, എനിക്ക് സ്നോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത്, കൈയൊക്കെ കോച്ചും. ഇതെങ്ങനെയുണ്ട് ഈ ഒരു കാഴ്ച?